ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ബ്രെഡ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സമയം 4 മണി. അപ്പോൾ ചായൻ്റെ കൂടെ കഴിക്കാൻ ഒന്നുമില്ല, അപ്പം ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ബ്രെഡിൻ്റെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി. ഇത് ബ്രെഡിൻ്റെ 4 ഭാഗവുമാണ്, അത് മാറ്റി വയ്ക്കാം. ഇനി 3 മുട്ട എടുത്ത ശേഷം അത് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് കയറ്റിയിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ RKGൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് പൊരിച്ച് എടുക്കാം. ഇത് കുട്ടി പീസുകളാക്കിയാൽ കഴിക്കാനും നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് അത് വെന്ത ശേഷം മാറ്റിയെടുക്കാം. വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് ചായയുടെ കൂടെയും വെറുതെ ഇരുന്ന് തിന്നാനും ഭയങ്കര നല്ലൊരു സംഭവമാണ്, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബ്രെഡ്. അപ്പോൾ മറിച്ച് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇനി നല്ല കട്ടൻ ചായ ഒഴിച്ച് കുടിക്കുക. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ലൊരു പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.